വെൽക്കം ടു ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വോൾട്ടേജ് ആൻഡ് കറന്റ് സോഴ്സസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് വോൾട്ടേജ് സോഴ്സ്, എന്താണ് കറന്റ് സോഴ്സ് എന്ന് പറയാം. അപ്പൊ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ രണ്ട് പോൾസിന് ഇടയ്ക്കായിരിക്കും നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് പോൾസിന് ഇടയ്ക്ക് ക്രിയേറ്റ് ആവുന്ന ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ഒരു എനർജിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടായിരിക്കും. ഇനി കറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്ന എനർജി സോഴ്സ് എന്തിന്റെ ഫോമിലായിരിക്കും? ഇലക്ട്രിക് കറണ്ടിന്റെ ഫോമിലായിരിക്കും. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഡെലിവർ ചെയ്യുന്ന സോഴ്സിനാണ് നമ്മൾ കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ്. ഇനി ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്താന്ന് നോക്കാം. അതും എന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിനോ കറണ്ടിനോ ആ ഒരു സർക്യൂട്ടിലുള്ള ബാക്കിയുള്ള വോൾട്ടേജ് സോഴ്സിനെ അല്ലെങ്കിൽ കറണ്ടിനെ ഒന്നും തന്നെ ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആ ഒരു സർക്യൂട്ടിലുള്ള തന്നെ വേറെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കമ്പോണൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും കൊണ്ട് തന്നെ ഈ ഒരു വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് അഫക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സസ് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ടൈം ഇൻവേരിയന്റ് വോൾട്ടേജ് സോഴ്സ് എന്നും റെഫർ ചെയ്യും. ഓക്കെ, ഇതും എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് തന്നെയാണ്. അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഏതില്? കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ടൈം ഇൻവേരിയന്റ് വോൾട്ടേജ് സോഴ്സിൽ. ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വരുന്നത് ബാറ്ററി, സെൽ, ഇതൊക്കെയാണ് കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സിന് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ടൈം വേരിയന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്? ഇറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുകൊണ്ടാണ് നമ്മൾ ടൈം വേരിയന്റ് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആവുന്നത് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് മാത്രമാണ്. ഓക്കെ, അല്ലാണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ വേറെ കറന്റ് സോഴ്സസ് ഒന്നും കൊണ്ടല്ല. വിത്ത് റെസ്പെക്ട് ടു ഓൺലി ടൈം ആണ് ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആവുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ AC ജനറേറ്റർ, ഓൾട്ടർനേറ്റർ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ്. ഇവിടെ ആ ഒരു കറന്റ് സോഴ്സിന്റെ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് വോൾട്ടേജിനെയോ ആ ഒരു സർക്യൂട്ടിന്റെ വേറെ പാർട്സിലുള്ള കറണ്ടിനോ ഒന്നും തന്നെ ഡിപെൻഡ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയും രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കറന്റ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്സിൽ. ഇതിന്റെ വേറെ പേര് വരുന്നത് ടൈം ഇൻവേരിയന്റ് കറന്റ് സോഴ്സ് ആണ്. അതായത് ടൈമിനനുസരിച്ചിട്ട് എന്താണ് ചേഞ്ചസ് ഒന്നും തന്നെ ഒക്കർ ചെയ്യുന്നില്ല. അതാണ് ടൈം ഇൻവേരിയന്റ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ആണ് ടൈം വേരിയന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ട് കറന്റ് ടൈമിനനുസരിച്ചിട്ട് എന്താണ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേറെ കമ്പോണൻസ് ഒന്നും കാരണമല്ല ഔട്ട്പുട്ട് കറന്റിൽ ചേഞ്ച് ആവുന്നത്. ഓൺലി ടൈമിനനുസരിച്ചിട്ടാണ് ഇവിടെ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത്. ഇനി വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡിപ്പെൻഡിങ് ഓൺ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ബേസിസിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് ആൻഡ് കറന്റ് സോഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറന്റ് സോഴ്സ് ആൻഡ് പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ്. നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. അതിന്റെ VI ഗ്രാഫ് ഇതാണ്. ഇവിടെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. അവരുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും. പിന്നെ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആയിരിക്കും സോഴ്സിന്റെ. എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആവുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കറണ്ട് ഡ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്താണ് ആ സോഴ്സിന്റെ ഉള്ളില് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും തന്നെ ഒക്കർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് EMF-ന് ഈക്വൽ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഈ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമേ എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ തിയററ്റിക്കൽ കൺസെപ്റ്റിൽ മാത്രമേ ഈ ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എടുക്കുന്നുള്ളൂ. ഇനി പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. അതിന്റെ VI ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ.
ഈ ഒരു കേസിൽ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സിന് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സസിനെയാണ് നമ്മൾ റിയൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടായിരിക്കും ഇന്റേണൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നത്. ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ? ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഡ്രോ ചെയ്യുന്നത് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ആ ഒരു വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഡിക്രീസ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇവിടെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബാറ്ററി, ജനറേറ്റർ, സെൽ ഇതൊക്കെയാണ്. ഇതാണ് ഐഡിയൽ കറന്റ് സോഴ്സിന്റെ സർക്യൂട്ട് റെപ്രസെന്റേഷൻ വരുന്നത്. IV ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും കറന്റ് സോഴ്സിന് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ഒരു കേസിൽ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സോഴ്സ് കറന്റ് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട്പുട്ട് കറന്റ് സോഴ്സ് കറന്റിന് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ത്രൂ ഔട്ട് ഹോൾ ഓപ്പറേഷനിൽ ഐഡിയൽ കറന്റ് സോഴ്സ് സെയിം കറന്റ് ആയിരിക്കും ഡെലിവർ ചെയ്യുന്നത്, അതിലേക്കൊരു ലോഡ് കൂടി കണക്ട് ചെയ്താലും. ഓക്കെ, അപ്പം ആ ഒരു ലോഡില് എന്ത് ചേഞ്ചസ് ഒക്കർ ചെയ്താലും അതൊന്നും തന്നെ ആ ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന്റെ ഔട്ട്പുട്ട് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ നമ്മളിവിടെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇതും എന്താണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. തിയറട്ടിക്കൽ കൺസെപ്റ്റിൽ മാത്രമേ നമുക്ക് ഐഡിയൽ കറന്റ് സോഴ്സിനെ റെഫർ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് ആണ്. ഇതാണ് അതിന്റെ സർക്യൂട്ട് റെപ്രസെന്റേഷൻ വരുന്നത്. നമ്മളിവിടെ കറന്റ് സോഴ്സിനെ പാരലായിട്ട് ഒരു ഫൈനൈറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലലി. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ IV ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ലോഡ് വോൾട്ടേജിൽ ചേഞ്ചസ് എപ്പോൾ ഉണ്ടായാലും ഒരു കറന്റ് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന ആ ഒരു കറണ്ടിലും എന്താണ് ചേഞ്ച് ഉണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ആ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടി ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോ ഉണ്ടാവും. അപ്പൊ അത് കാരണം എന്താണ് റിസൾട്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കറണ്ട് ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് കറണ്ട് എന്താണ് ഇവിടെ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ കറന്റ് സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഒപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ ഒക്കെയാണ് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിപെൻഡന്റ് സോഴ്സസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആ സെയിം സർക്യൂട്ടിന്റെ തന്നെ വേറെ ഏതെങ്കിലും പാർട്ടിലുള്ള ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കാരണമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിപെൻഡന്റ് സോഴ്സസ് അല്ലെങ്കിൽ കൺട്രോൾഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഇത് നോർമലി ഡയമണ്ട് ഷേപ്പിലായിരിക്കും നമ്മൾ ഡിപെൻഡന്റ് സോഴ്സസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ഡിപെൻഡന്റ് സോഴ്സസ് ആണ് വരുന്നത്. വോൾട്ടേജ് ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ VDVS, കറന്റ് ഡിപെൻഡന്റ് അല്ലെങ്കിൽ കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ CDVS, വോൾട്ടേജ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് അല്ലെങ്കിൽ VDCS, ഫൈനലി കറന്റ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് അല്ലെങ്കിൽ CDCS. കറന്റ് സോഴ്സ് ആണെങ്കിൽ ഈ ഒരു ഡയമണ്ട് സിംബലിന്റെ ഉള്ളിൽ ഒരു ആരോ റെപ്രസെന്റേഷൻ, ദാറ്റ് ഈസ് കറന്റിന്റെ ഫ്ലോനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കറന്റ് ഡിപെൻഡന്റ് അല്ലെങ്കിൽ കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സും വോൾട്ടേജ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സും. കണ്ടോ, ഇതിന്റെ രണ്ടിന്റെ ഉള്ളിൽ നമുക്ക് ആരോസ് ആണ് കാണാൻ പറ്റുന്നത്. ഇനി വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു പ്ലസ് മൈനസ് സൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വോൾട്ടേജ് ആൻഡ് കറന്റ് സോഴ്സസ് ടോപ്പിക്. താങ്ക് യു.